PV കുട്ടൻ വീണ്ടും നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കുട്ടൻ, ഇപ്പോൾ ചൂരൽമലയിലല്ലേ? ശരത്ത് ചൂരൽമലയിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്രം. ഇവിടെ നിന്നാണ് രാവിലെ 6 മണി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് 5 സോണുകളാക്കി തിരിച്ച മേഖലകളിലേക്കൊക്കെയുള്ള രക്ഷാ സംഘം ഇവിടെ നിന്നാണ് തിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഈ പ്രദേശത്തുണ്ട്. ഈ തൊട്ടടുത്ത് ഈ പാലം കഴിഞ്ഞാൽ അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ് ഇത് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ ഈ പുഴയുടെ തീരത്തൊക്കെ ഇന്നും ഊർജിതമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് പുഴ. ഈ പുഴയുടെ തീരത്ത് നടക്കുന്ന തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നത്. ശരത്ത്, ആ ഭാഗത്ത് തെരയുന്നത് കാരണം ചൂരൽമലയിലാണ് ആദ്യം മുതൽ തന്നെ രക്ഷാപ്രവർത്തനവും തെരച്ചിലുമൊക്കെ കുറേയേറെ നടന്നു വന്നത്. ഇപ്പോഴും വളരെ സജീവമായി തന്നെ ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതിൻ്റെ ഒരു കാരണമായി എന്താണ് ഈ രക്ഷാപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്? ശരത്ത്, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചൂരൽമലയുടെ അതായത് ആ പുഴയുടെ ഇപ്പുറത്തെ ഭാഗമാണ്. പുഴയുടെ അപ്പുറത്തെ ഭാഗമാണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഇവിടെയുള്ള പാലം തകർന്നതിനെ തുടർന്ന് തന്നെ അവിടെയുള്ള രക്ഷാപ്രവർത്തനം സുഗമമായ രീതിയിൽ കഴിയുന്ന രീതിയിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ പറയുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇന്നലെ ഈ പാലം പണി പൂർത്തിയായതോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താൽക്കാലിക പാലം കിടങ്ങുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ താൽക്കാലിക പാലവും പിന്നീട് കനത്ത ഈ മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം വന്നിരുന്നു. ഈ പാലം മിലിറ്ററിയുടെ ഈ പാലം നിർമ്മിച്ചതിന് ശേഷം മറുഭാഗത്തേക്ക് വളരെ കൃത്യമായി വാഹനങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുഴയുടെ സൈഡ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്ന ആ പ്രദേശത്തൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പുഴ ഇപ്പോൾ പിന്നീട് ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ രീതിയിൽ ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിലൂടെ ദിശമാറി ഒഴുകി വന്ന പുഴ ഉണ്ടായിരുന്നത് ആ പരിശോധന നടത്തുന്ന പ്രദേശത്താണ്. അപ്പോൾ അവിടെ തീരങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഊർജിതമായി പരിശോധിക്കുന്നത്. കാരണം ഈ 5 സോണുകളിൽ പെടുന്ന കേന്ദ്രം തന്നെയാണ് ഈ പുഴയുടെ അപ്പുറത്തുള്ള ഈ ഭാഗവും. അപ്പോൾ മേലമുണ്ടക്കയൊക്കെ നടത്തുന്ന പരിശോധന പോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ചൂരൽമലയുടെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ പരിശോധനയൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. ശരത്തെ, ഈ വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുകളിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്ററിൽ പരം ദൂരത്ത് താഴേക്ക് വന്ന് പതിച്ച വലിയ പാറക്കല്ലുകളൊക്കെ ഇപ്പോഴും നമ്മൾക്ക് മറുകരയിൽ കാണാനാവുന്നുണ്ട്. അതിനോട് കേന്ദ്രീകരിച്ചാണ് ഒരു വലിയ സംഘം രക്ഷാപ്രവർത്തകരെ സ്ക്രീനിൽ കാണുന്നത്. കുട്ടൻ, ആ ഭാഗത്ത് അതെ, ആ ഭാഗത്താണ്. കാരണം ഇത് മുകളിൽ നിന്നും ഇവിടെയൊക്കെ വലിയ ശക്തിയോടുകൂടി ഒലിച്ചു വന്നതാണ് ഈ ഭാഗം. അവിടുന്ന് ഈ പുഴ വഴിമാറി ഒഴുകിയും ഈ ഉരുൾപൊട്ടിയ കല്ലുകളും മണ്ണുകളൊക്കെ ഇവിടെ വരെ ഈ ചുരുൾമലയുടെ ഈ താഴ്വാരം വരെ എത്തി ഈ നാടിനെ കൂടി പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. അപ്പോൾ ആ വരുന്ന വഴിയിലൊക്കെ ഈ പുഴയിലൂടെ ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിരുന്നു. അതാണ് ചാലിയാറിൽ അന്ന് ആ ഘട്ടങ്ങളിൽ കണ്ടെടുത്തിരുന്നതും. പിന്നീട് ഇപ്പോൾ ഇന്നു മുതൽ ഊർജിതമായ പരിശോധന ചാലിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചാലിയാറിൻ്റെ ഈ തീരങ്ങളിലൊക്കെ, അതായത് 40 കിലോമീറ്റർ ദൂരത്താണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുഴയുടെ തീരത്തും ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. വലിയ രീതിയിൽ മുകളിൽ നിന്നും വലിയ കൂറ്റൻ പാറക്കല്ലുകളൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വളരെ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നത്. ഇന്ന് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ മേഖലയിൽ മുഴുവൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏകോപനം നൽകുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഈ മുകൾ ഭാഗത്തൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ശാസ്ത്രീയമായ വിവരങ്ങൾ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ആ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം, ഇപ്പോഴത്തെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്, സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ആ പരിശോധനയിൽ ലഭിച്ച വിഷ്വലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗൂഗിൾ മാപ്പ് ഈ പറയുന്ന ഓരോ രക്ഷാസംഘത്തിൻ്റെയും തലവന്മാർക്ക് കൈമാറി അവർക്ക് അവിടേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നുള്ളതാണ്. കാരണം ദുഷ്കരമാണ് ഈ രക്ഷാദൗത്യം. കാരണം വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആൾതാമസമില്ലെങ്കിൽ പോലും അവിടുത്തെ ഈ ഭൂമി എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ധാരണയില്ല. അതുകൊണ്ട് അങ്ങോട്ടുള്ള വഴിയുണ്ടോ എന്ന തരത്തിലുള്ളൊരു വിവരം പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധനയിലൂടെ ഏത് ഭാഗത്താണ് കൂടുതൽ
കലാമിറ്റി ഉണ്ടായത്, ദുരന്തമുണ്ടായത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് കുട്ടനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അന്നാട്ടുകാർക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ആകെ മാറിപ്പോയിട്ടുണ്ട്. ഒരു സ്ഥലവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇങ്ങനെ അപ്പാടെ തകർന്ന് കിലോമീറ്ററുകൾ ദൂരത്ത് വലിയ തോതിലുള്ളൊരു ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു പ്രദേശമാകെ ആ ഉരുൾപൊട്ടലിൽ തകർന്ന് ആ പ്രദേശം തന്നെ പതിറ്റാണ്ടുകളായി തലമുറകളായി അവിടെ കഴിയുന്ന മനുഷ്യർക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാറിപ്പോയിട്ടുണ്ട്. ഈ ചാലിയാറിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്ന ആ നിലയിൽ ആ നദി ആരംഭിച്ച് ഇതിലൂടെ ഒഴുകി അങ്ങനെ കിലോമീറ്ററുകൾ ദൂരത്തിലേക്കാണ് പലരുടെയും മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്.